ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ നമുക്കൊരവസരം കൂടി കർത്താവ് തന്നിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. പുത്രനെ മഹത്വപ്പെടുത്തണം, നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അവിടെ നാം വായിച്ചു കേട്ടത്. പിതാവായ ദൈവം യേശുക്രിസ്തുവിന് നൽകിയിട്ടുള്ള എല്ലാവർക്കും നിത്യജീവനെ കൊടുക്കേണ്ടതിന് സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ ആ കണ്ണിൻ മുമ്പിൽ ആകർഷണ വലയത്തിൽ ആർക്കെല്ലാം നിത്യജീവൻ കൊടുക്കുവാൻ കണ്ടിട്ടുണ്ടോ അവർക്കെല്ലാം നിത്യജീവൻ പകർന്നു കൊടുക്കുവാൻ പുത്രനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു, യേശുക്രിസ്തുവിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ കൊടുക്കുവാൻ മറ്റാർക്കും അധികാരമില്ല എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. നിത്യജീവൻ പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിന് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ തൊട്ട് താഴെ വായിക്കുന്നുണ്ട്, എന്താണ് നിത്യജീവനെന്ന്. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനെന്ന്. ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ് ഈ നിത്യജീവൻ എന്താണ് എന്ന്. പ്രിയപ്പെട്ടവരെ, അത് ഈ ഭൂമിയിൽ മനുഷ്യൻ എന്തെങ്കിലുമെല്ലാം കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമെല്ലാം പ്രവർത്തിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന പോലെ നേർച്ചകളും കാഴ്ചകളും തീർത്ഥാടനങ്ങളും പുണ്യപ്രവൃത്തികളും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്നുമല്ല നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത്. പിന്നെയോ യേശുക്രിസ്തു നമുക്ക് ദാനമായി നൽകുന്നതാണ് നിത്യജീവൻ. ഈ നിത്യജീവൻ, സകല ജഡത്തിനും നിത്യജീവൻ കൊടുക്കാൻ ദൈവം യേശുക്രിസ്തുവിനെ അധികാരം നൽകിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിത്യജീവൻ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരിക്കലും തീർന്നു പോകാത്ത, അന്തമില്ലാത്ത നിത്യമായ ഒരു ജീവനാണ്. നമുക്കറിയാം നമുക്ക് ഈ ഭൂമിയിൽ ജീവനുണ്ട്, നമ്മുടെ ശരീരത്തിന് ജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു ജീവൻ നമുക്കുണ്ട്. അത് തിരുവചനം പറയുന്നുണ്ട്, അതിനൊരു പരിമിതിയുണ്ട്, അതിനൊരു കാല അവസാനമുണ്ട്. തിരുവചനം പറയും 7-10 ഏറെ ആയാൽ 80 മാത്രമാണ് ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ ആയുഷ്കാലമെന്ന്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടവരാണ്. അല്ല, അത്രയും ആയുസ് മനുഷ്യന് ലഭിക്കണമെന്നില്ല. എപ്പോഴും മനുഷ്യന് മരണം പിന്നാലെയുണ്ട് എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. മനുഷ്യന് നിത്യമായ ജീവൻ, മരണമില്ലാത്ത, ഒരിക്കലും മരിക്കാത്ത, തീർന്നു പോകാത്ത ഒരു ജീവനാണ് കർത്താവായ യേശുക്രിസ്തു നമുക്ക് പകർന്നു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാം ഈ ഭൂമിയിൽ മരണത്തിന് അധികാരമുള്ള പിശാചിൻ്റെ ആ അധികാരത്തിൽ ജീവിക്കുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ജന്മനാ തന്നെ നിത്യജീവന്റെ ഓഹരിക്കാരായി ജനിക്കുന്നില്ല. ഈ ഭൂമിയിൽ പിറക്കുന്ന മനുഷ്യനെല്ലാം ആദിമ മനുഷ്യന്റെ ആദാമ്യ പാപത്തിന്റെ ആ ശാപത്തിലാണ് പിറന്നു വീഴുന്നത്, ആത്മീയമായ മരണം ഏറ്റുവാങ്ങിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നാൽ മനുഷ്യന്റെ ആയുഷ്കാലത്ത് യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുവാനും അവന്റെ ജീവിതത്തിൽ അവന് പാപബോധം ലഭിക്കുവാനും അവന്റെ കുറവുകളെ അനുതാപത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാനും പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും ഏതെങ്കിലും ഒരു അവസരം ലഭിച്ച് പ്രിയപ്പെട്ടവർ യേശുക്രിസ്തുവിനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ കിട്ടുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവർ, യേശുക്രിസ്തുവിന് മാത്രമേ നിത്യജീവൻ കൊടുക്കാൻ പിതാവ് അധികാരം കൊടുത്തിട്ടുള്ളൂ. എത്ര ഉന്നതമായ ആത്മീയ നിലവാരമുള്ള ഒരു വ്യക്തിക്കും, എത്ര വിശുദ്ധനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിക്ക് നിത്യജീവിതം എടുത്തു കൊടുക്കാൻ ഒരിക്കലും കഴിയുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് ആർക്കും പകർന്നു തരാൻ കഴിയുന്നതല്ല, ആർക്കും എടുത്തു കൊടുക്കാൻ കഴിയുന്നതല്ല. എന്നാൽ പിതാവ് അതെല്ലാം യേശുക്രിസ്തുവിനെ അധികാരപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു മനുഷ്യന് നിത്യജീവൻ കൊടുക്കണമെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തുവിനെയും പിതാവായ ദൈവത്തെയും അറിയുന്നതാണ് നിത്യജീവൻ എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേകരും ആഴമായി ചിന്തിക്കാത്ത അല്ലെങ്കിൽ കാര്യമായി ചിന്തിക്കാത്ത ഒരു വിഷയമാണ് ആത്മാവിൻ്റെ ജീവൻ, നിത്യജീവൻ. ഒരിക്കലും മരിക്കാത്ത, തീർന്നു പോകാത്ത, നശിച്ചു പോകാത്ത
ആ നിത്യജീവനെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ചിന്തിക്കും ഏതെങ്കിലുമൊക്കെ സഭയോട് ചേർന്നാണ് നിൽക്കുന്നത്, ആ സഭയുടെ വിശ്വാസത്തോടെല്ലാം ചേർന്നാണ് നിൽക്കുന്നത്, പേരിന് ചില ഭക്തി മാർഗങ്ങളൊക്കെയുണ്ട്, അതുകൊണ്ട് ആത്മാവിൽ ജീവനുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ നിത്യതയുടെ തുറമുഖത്ത് എത്തുമെന്നാണ് മനുഷ്യൻ ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആത്മീയ ജീവിതത്തില് മനുഷ്യൻ അറിയാതെ അല്ലെങ്കിൽ ഊഹിച്ച് പ്രിയപ്പെട്ടവരെ സംശയിച്ച് പോകുന്നതല്ല ആത്മീയ ജീവിതം. എനിക്ക് ആത്മാവിൽ ജീവനുണ്ടോ ഇല്ലയോ എന്ന് മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഒരു മനുഷ്യന് ആത്മീയ ജീവൻ കിട്ടുന്നത്? ആത്മാവിൽ മരിച്ചിരിക്കുന്ന മനുഷ്യൻ, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു എന്ന്. മരിച്ചിരിക്കുന്ന മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോഴാണ് അവന് ആത്മാവിൽ ജീവൻ പ്രാപിക്കാൻ അവസരം ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ആത്മീയമായ മരണം അതൊന്നും മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് വായിച്ചു കേൾക്കാം. മനുഷ്യൻ ജീവനുണ്ടെന്ന് ധരിച്ചാണ് ജീവിക്കുന്നത്. ആത്മീയമായ എനിക്ക് ഒരുവിധം തരക്കേടില്ലാത്ത ആത്മീയ നിലവാരമുണ്ടെന്ന് ചിന്തിച്ചാണ് അനേകരും മുന്നോട്ട് പോകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സർദീസിലെ സഭയുടെ എഴുതുമ്പോൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വായിക്കാം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. സർദീസിലെ സഭയെ നോക്കി പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകും. വേദനയോടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, പുറമേ നിനക്ക് ജീവനുള്ളതെന്ന് പേരുണ്ട്, നീ ചിന്തിക്കുന്നത് നിനക്ക് ജീവനുള്ളവനാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന്. ആത്മാവ് മരിച്ചിരിക്കുകയാണെന്ന്. സഭയോട് ചേർന്നാണ് നിൽക്കുന്നത്, സുവിശേഷ വേലകളോട് ചേർന്നാണ് നിൽക്കുന്നത്, ആത്മീയ പ്രവർത്തനങ്ങളും പ്രസ്ഥാനങ്ങളുമായിട്ടെല്ലാം ഇണങ്ങിച്ചേർന്നാണ് നിൽക്കുന്നത്. എന്നാൽ സർദീസിലെ സഭയെ നോക്കി പരിശുദ്ധാത്മാവ് പറഞ്ഞു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന്. ദൈവത്തിന് പ്രിയപ്പെട്ടവരെ, അവർക്ക് പുറമേ ജീവനുണ്ട്, എന്നാൽ അവരുടെ ആത്മാവ് മരിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നമ്മുടെ അവസ്ഥ എന്താണെന്ന് നാം ആരെങ്കിലും അത് കാര്യമായിട്ട് ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് ആത്മാവിൽ ജീവനുണ്ടോ? നിത്യജീവന്റെ ഉടമയായിട്ടാണോ ഞാൻ ജീവിക്കുന്നത്? അതോ ഞാൻ ഇങ്ങനെ പുറമേയുള്ള ഈ കാര്യങ്ങളോടെല്ലാം ചേർന്ന് ഇങ്ങനെ അങ്ങ് പോകുന്നതല്ലാതെ എനിക്ക് ജീവനുണ്ടോ, എൻ്റെ ആത്മാവ് മരിച്ചിരിക്കുകയാണോ എന്ന് നാം എപ്പോഴെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പെട്ടെന്ന് നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. പിന്നെ ചിന്തിക്കാൻ അവസരമില്ല, പിന്നെ തിരുത്താൻ അവസരമില്ല, പിന്നെ നിത്യജീവൻ പ്രാപിക്കാൻ അവസരമില്ല. ഈ ശരീരത്തിലിരിക്കുമ്പോൾ മാത്രമേ മനുഷ്യന് നിത്യജീവൻ പ്രാപിക്കുവാനും അനുദപിക്കുവാനും പാപം ഏറ്റുപറയുവാനും മാനസാന്തരപ്പെടുവാനും പുതുക്കത്തിന്റെ അനുഭവം പ്രാപിക്കുവാനും അവസരമുള്ള. പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറം അനുതാപമില്ല, ഏറ്റുപറച്ചിലില്ല. ഇവിടെ വെച്ച് നാം ഇതെല്ലാം പ്രാപിക്കേണ്ടതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. പരിശുദ്ധാത്മാവ് വേദനയോടെ കർശനമായി അവരെ ഓർപ്പിക്കുകയാണ്, നിന്റെ ആത്മാവ് മരിച്ചിരിക്കുകയാണെന്ന്. താഴോട്ട് വായിക്കാം. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ആത്മാവ് പറയുകയാണ്, ഇന്നത്തെ അവസ്ഥയിൽ മുമ്പോട്ട് പോകരുത്, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കാം. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് പ്രിയപ്പെട്ടവരെ ആത്മാവ് മരിച്ചിരിക്കുകയാണെന്ന് പറയാൻ കാരണം? ദൈവം നമ്മുടെ പ്രവൃത്തികളെ നോക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ദൈവം നോക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ നടപ്പ് അതൊന്നും പൂർണ്ണതയുള്ളതായി കാണുന്നില്ല എങ്കിൽ നമ്മുടെ ആത്മാവ് മരിച്ചിരിക്കുകയാണ്. സർദീസിലെ സഭയോട് പറയാണ്, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ പ്രവൃത്തികൾ പൂർണ്ണതയുള്ളതായി ദൈവം പ്രസാദിക്കുന്നതല്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഇന്ന് മറ്റാരും നമ്മോട് പറഞ്ഞു തന്നു വരികയില്ല. പ്രിയപ്പെട്ടവരെ, ആരും നമ്മെ തിരുത്താനുണ്ടായി എന്ന് വരികയില്ല. ദൈവമക്കളെ, നാം സ്വയം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. എനിക്ക് ആത്മാവിൽ ജീവനുണ്ടോ? ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയാൽ എൻ്റെ ആത്മാവ് യേശുക്രിസ്തുവിന്റെ രാജ്യത്തിൽ എത്തുമോ എന്ന്. ദൈവമക്കളെ, ഇല്ലെങ്കിൽ എന്ത് പ്രയോജനം?
ഇവിടെ എന്തെല്ലാം നേടിയതുകൊണ്ട് എന്ത് പ്രയോജനം? മക്കളുണ്ടായതുകൊണ്ട് എന്ത് പ്രയോജനം? സമ്പത്തുണ്ടായതുകൊണ്ട് എന്ത് പ്രയോജനം? ഇവിടുത്തെ നേട്ടങ്ങളും ഇവിടുത്തെ സ്ഥാനമാനങ്ങളും എല്ലാം ഇവിടെ വെച്ച് ക്ഷണനേരം കൊണ്ട് നമ്മുടെ ആത്മാവ് പറന്നു പോകുന്ന ഒരു സമയമുണ്ട് പ്രിയപ്പെട്ടവരെ. അന്ന് നാം എവിടെ ചെല്ലും? അന്ന് നാം നിരാശയുടെ കയത്തിലേക്ക് പോകുമോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവ് നിത്യനാശത്തിലേക്ക് പോകുമോ? നാം ചിന്തിക്കണം. താഴോട്ട് വായിക്കാം. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അവർക്ക് ഒരിക്കൽ മാനസാന്തരം ഉണ്ടായിരുന്നവരായിരുന്നു. അവർ സഭയോട് ചേർന്ന് നിന്നവരായിരുന്നു. അവർ ആത്മീയമായ അനുഭവങ്ങൾ പ്രാപിച്ചവരായിരുന്നു. ഇന്ന് പരിശുദ്ധാത്മാവ് അവരെ പിന്നെയും ഓർപ്പിക്കുകയാണ്, നീ മാനസാന്തരപ്പെട്ടു കൊള്ളുക എന്ന്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടണം. ദൈവമക്കളെ, ഈ മാനസാന്തരം ഒരു ദിവസം കിട്ടിയതുകൊണ്ട് ആയില്ല. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം വിലയേറിയത് തന്നെയാണ്. ഒരു സമർപ്പണത്തിലേക്ക് വരിക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്നുള്ളത് വിലയേറിയ കാര്യം തന്നെയാണ്. എന്നാൽ തിരുവചനം നാം പഠിക്കുമ്പോൾ മാനസാന്തരം പ്രിയപ്പെട്ടവരെ, അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നമ്മുടെ ആയുസിന്റെ 10 കൊല്ലം കൊണ്ടോ തീരേണ്ടതല്ല. പിന്നെയോ നമ്മുടെ മരണം വരെയും ഈ ആത്മാവി ശരീരത്തിൽ വസിക്കുന്ന കാലമൊക്കെയും മാനസാന്തരത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. മാനസാന്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് മാനസാന്തരമുള്ള ഹൃദയത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ കഴിയണം. നീ മാനസാന്തരപ്പെടുക. വായിച്ചോ. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, നീ ഉണർന്നില്ല എങ്കിലും, നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിലും നീ ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക, ഞാൻ കള്ളനെ പോലെ വരുന്നൊരു ദിവസമുണ്ട്. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ദൈവത്തിന് സ്തോത്രം. ഏത് നാഴികയിലാണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്, നീ ഉണർന്നുകൊള്ളുക, മാനസാന്തരപ്പെട്ടുകൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന്. താഴ്ത്തു വായിക്കാം. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ദൈവമക്കളെ, എന്നാൽ ആ സഭയിലേക്ക് നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് പറയാണ്, ഇതൊക്കെയാണ് സർദീസിലെ സഭയുടെ അവസ്ഥയെങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം മനസ്സിലാക്കണമെന്ത്? ആ ആത്മാവ് മരിച്ചിരിക്കുന്ന, മാനസാന്തരമില്ലാത്ത, ഉണർവില്ലാത്ത അനേകരുള്ള സർദീസ് സഭയിൽ തന്നെ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേരുണ്ട് എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, രണ്ടിച്ചല്ല, അവരൊരുമിച്ച് തന്നെയാണ്, ഒരു സഭയിൽ തന്നെയാണ്, ഒരു കൂട്ടായ്മയിൽ തന്നെയാണ്. അവരെല്ലാവരും കേൾക്കുന്ന ഒരു വചനം തന്നെയാണ്. എല്ലാവരും ഒരു ശുശ്രൂഷയോടാണ് ചേർന്ന് നിൽക്കുന്നാൽ പരിശുദ്ധാത്മാവ് പറയുകയാണെങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ നിനക്ക് സർദീസിലുണ്ട് എന്ന്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഞാനും നിങ്ങളും ആ ന്യൂനപക്ഷത്തോട് ചേർന്ന്, ആ കുറച്ചു പേരോട് ചേർന്നാണോ നിൽക്കുന്നത്? ഉടുപ്പ് മലിനമാകാത്ത, ആത്മാവിൽ ജീവനുള്ള, നിത്യജീവന്റെ അവകാശികളായി ജീവിക്കുന്ന ആ ന്യൂനപക്ഷത്തോട് ചേർന്നാണോ ഞാനും നിങ്ങളും നിൽക്കുന്നതെന്ന് ദൈവമക്കളെ നാം തന്നെ ചിന്തിക്കണം. തിരുവചനത്തിൻ്റെ കീഴിൽ ഇരിക്കുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ അരികിൽ ഇരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ മുഴങ്കാലും മടക്കി കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ഉയരത്തിലേക്ക് കണ്ണുയർത്തി നാം നോക്കണം. കർത്താവിനോട് ചോദിക്കണം, കർത്താവേ, എനിക്ക് ആത്മാവിൽ ജീവനുണ്ടോ? അവിടുന്ന് എൻ്റെ പ്രവൃത്തിയിൽ നോക്കി പ്രസാദിക്കുന്നുണ്ടോ? എനിക്കൊരു മാനസാന്തരമുള്ള ഹൃദയമുണ്ടോ? എനിക്കിന്ന് പാപബോധമുണ്ടോ? എനിക്കിന്ന് അനുതാപമുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം, നമുക്കിന്ന് പാപബോധമുണ്ടോ എന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ വേദനയോടെ പറയട്ടെ, ഇന്ന് അനേകർക്ക് പാപബോധമുള്ളൊരു ഹൃദയമില്ല, തകർന്നതും നുറുങ്ങിയതുമായ ഒരു ഹൃദയമില്ല, അനുതാപമുള്ള ഹൃദയമില്ല. പ്രിയപ്പെട്ടവരെ, ഏതോ ഓളത്തില് എല്ലാം ശരിയാണെന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്ന വലിയൊരു സമൂഹത്തിന്റെ നടുവിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, ആ സർദീസിലെ സഭയില് ഒരു വിഭാഗം ആത്മാവിൽ മരിച്ചു കിടക്കുന്നവര്, ഉണർവില്ലാത്തവര്, മാനസാന്തരം നഷ്ടപ്പെട്ടു പോയവരെന്നാൽ ഒരു ചെറിയൊരു കൂട്ടം എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് സർദീസിൽ നിനക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ദൈവത്തിന് സ്തോത്രം. ഇനി സഭയായി ഒരു മാനസാന്തരമോ ഒരു നിത്യജീവന്റെ അവകാശം പ്രാപിക്കുന്ന അനുഭവങ്ങളോ ഉണ്ടാകുമോ നമുക്ക് അറിഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയായി അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ദൈവമക്കളെ, ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഈ ലോകത്തിൽ അങ്ങുമിങ്ങുമായി പല പല സഭകളിലായി, പല കൂട്ടായ്മകളിലായി ദൈവമക്കളെ
എൻ്റെ യേശുക്രിസ്തുവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുന്ന ഒരു ന്യൂനപക്ഷമുണ്ട് എന്ന്. എൻ്റെ കർത്താവിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് ഒരുങ്ങാം, നമുക്ക് സമർപ്പിക്കാം, നമുക്ക് മാനസാന്തരപ്പെടാം, നമുക്ക് ഉണർവുള്ളവരായി തീരാം. എന്തിനു വേണ്ടി? ആ ന്യൂനപക്ഷത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ. യേശുക്രിസ്തുവിൻ്റെ വരവിൽ എൻ്റെ കർത്താവ് കള്ളനെ പോലെ വരുന്ന ആ ദിവസം നമുക്ക് പറന്നുയരാൻ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉയർന്നു പൊങ്ങണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ആത്മീയമായ മാനസാന്തരത്തിൻ്റെ അനുഭവം, പ്രിയപ്പെട്ടവരെ, പലർക്കും പല അനുഭവങ്ങളിലാണ് മാനസാന്തരം ലഭിച്ചത്. തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, ശമരിയക്കാരി സ്ത്രീ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവള് ആ സുഗാർ പട്ടണത്തിൽ ആ കിണറിൻ്റെ അരികിൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തു അവളോട് സംസാരിച്ചു. അവൾ ആദ്യമായി കർത്താവിനെ അഭിസംബോധന ചെയ്തത് നീ ഒരു യഹൂദനാണെന്ന. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എന്നാൽ കർത്താവ് അവളോട് തുടർന്ന് പിന്നെയും സംസാരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു നീ ഒരു പ്രവാചകനാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അതുകൊണ്ടൊന്നും ആയില്ല. എൻ്റെ കർത്താവ് അവളെ ആഴത്തിൽ സ്പർശിച്ചു കൊണ്ടിരുന്നു. യേശുക്രിസ്തുവിൻ്റെ വചനം അവളുടെ ഉള്ളത്തിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അവസാനം നാം വായിക്കുന്നുണ്ട്, അവൾക്ക് മനസ്സിലായി ഇവൻ തന്നെയാണ് ലോകരക്ഷിതാവായി വരുന്ന മശിഹ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ആ സന്ദർഭത്തിൽ, ആ ദിവസത്തിൽ അവൾക്ക് മാനസാന്തരം കിട്ടി. അവൾക്ക് നിത്യജീവൻ്റെ അവകാശം കിട്ടി. എങ്ങനെ അറിയാൻ പ്രിയപ്പെട്ടവരെ? അവൾക്ക് നിത്യജീവൻ്റെ ഓഹരി കിട്ടിയെന്ന്. അവൾ ലോകത്തെ വിട്ടു, അവൾ ലോകമാനം വിട്ടു, അവളുടെ സ്വയത്തെ അവൾ വിട്ടു. അതുവരെ ജീവിച്ച ആ സമൂഹത്തിൻ്റെ നടുവിലേക്ക് ധൈര്യത്തോടെ കടന്നു ചെന്നിട്ട് ഞാനൊരു വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നു, എൻ്റെ ജീവിതത്തിൽ മറഞ്ഞിരുന്ന രഹസ്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ എനിക്ക് അത്ഭുതമായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നെന്ന്. ദൈവമക്കളെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ വായിക്കാറുണ്ട്, അവൾ കോരാൻ കൊണ്ടുവന്ന ആ കുടം അവിടെ വെച്ചു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവമക്കളെ, വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, അവളുടെ അതുവരെയുമുള്ള ആ ജീവിതമാകുന്ന കുടം, പ്രിയപ്പെട്ടവരെ, അവളുടെ പ്രവൃത്തിയാകുന്ന കുടം, എന്തെല്ലാം വഴികളിൽ അവൾ നടന്നോ ആ കുടം അന്ന് എൻ്റെ കർത്താവിൻ്റെ കാൽപാദത്തിൽ ഇറക്കി വെച്ചു എന്ന്. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിൻ്റെ പിന്നാലെ പോകാൻ നമുക്ക് ബലം കിട്ടണമെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന കുടം അരുമനാഥൻ്റെ കാൽക്കൽ ഇറക്കി വെക്കണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം വായിക്കുന്നുണ്ട്, അവൾ ശമരിയ പട്ടണത്തിലേക്ക് ഓടിയെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അവൾ പറഞ്ഞ സാക്ഷ്യം മൂലം ശമരിയാദേശത്ത് അനേകർ കർത്താവിൻ്റെ അരികിലേക്ക് വന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ വായിച്ച് ധ്യാനിക്കാറുണ്ട്. എൻ്റെ യേശു നാളുകൾക്ക് മുമ്പ് പറഞ്ഞതാണ്, കാരണം വേലക്കയച്ച മക്കളോട് നിങ്ങൾ ശമരിയയുടെ പട്ടണത്തിൽ കടക്കരുതെന്ന്. എന്നാൽ എൻ്റെ യേശു 2 നാൾ ശമരിയിൽ പാർത്തു എന്ന് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, യേശുക്രിസ്തു വസിക്കുന്ന ഹൃദയം, യേശുക്രിസ്തു വസിക്കുന്ന ദേശം, യേശുക്രിസ്തു വസിക്കുന്ന ഭവനങ്ങൾ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എന്നാൽ നീക്കോദിമോസിനോട് കർത്താവിൻ്റെ അരികിൽ നീക്കോദിമോസ് രാത്രി വന്നു. അവനോടും വളരെ വിശദമായിട്ടൊക്കെ കർത്താവ് സംസാരിക്കുന്നുണ്ടെന്നാൽ നീക്കോദിമോസിൻ്റെ ജീവിതം നാം പഠിക്കുമ്പോൾ നീക്കോദിമോസിന് ആ വന്ന ദിവസമോ അല്ലെങ്കിൽ പെട്ടെന്നൊന്നും യേശുക്രിസ്തുവിനെ വേണ്ടതുപോലെ അനുഭവിക്കുവാനോ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വന്നു എന്ന് പറയാം. എന്നാൽ ദൈവമക്കളെ, അവൻ നിരാശപ്പെട്ടു പോയില്ല, അവൻ നാശത്തിലേക്ക് പോയില്ല. നാം വായിക്കുന്നുണ്ട്, അവൻ കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിന്ന രംഗങ്ങൾ. ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ശുശ്രൂഷ കൊണ്ട് നമുക്ക് മാനസാന്തരം കിട്ടിയെന്ന് വരും. ചിലപ്പോൾ നാം വചനത്തോട് ചേർന്ന്, പ്രിയപ്പെട്ടവരെ, നാളുകൾ വചനം കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് മാനസാന്തരത്തിൻ്റെ അനുഭവം കിട്ടുക. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, എന്താണ് ഈ ആത്മാവിൻ്റെ നാശം എന്ന് പറയുന്നത്? നാം വായിക്കുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന്. അവിടെ പറഞ്ഞിരിക്കുന്ന ആ നാശം എന്താണ് പ്രിയപ്പെട്ടവരെ? അത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് രോഗം വരുമെന്നോ പട്ടിണി വരുമെന്നോ കഷ്ടത വരുമെന്നോ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ. അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ആ നാശം, നാം നശിച്ചു പോകുമെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ആത്മാവിൻ്റെ നാശത്തെക്കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, ആത്മാവ് നശിച്ചു പോവുക, അതാണ് ഏറ്റവും വലിയ നാശം പ്രിയപ്പെട്ടവരെ. ഏറ്റവും വലിയ കഷ്ടത അതാണ്. ദൈവത്തിൻ്റെ വചനം, കർത്താവ് പറയും, ഒരു മനുഷ്യൻ
സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടമായാൽ അവന് എന്ത് പ്രയോജനമെന്ന്, എന്ത് പ്രയോജനമെന്ന്. പ്രിയപ്പെട്ടവരെ, സർവ്വലോകത്തെക്കാളും വിലയുള്ള ഒരാത്മാവ് നമ്മുടെ മൺകൂടാരത്തിനുള്ളിലുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് നഷ്ടപ്പെട്ടു പോകാൻ ഇടയുണ്ട് എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തില് 19-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അവിടെ ലാസറിന്റെയും ധനവാന്റെയും കാര്യമാണ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ദൈവമക്കളെ, അവൻ ധനവാനെ കുറിച്ച് പറയുന്നത് അവൻ പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് ദിനം പ്രതി ആഡംബരത്തോടെ സുഖിച്ച് ജീവിച്ച ഒരു മനുഷ്യനാണെന്ന്. അവൻ കള്ളു കുടിച്ചു എന്നോ വ്യഭിചാരം ചെയ്തു എന്നോ പിടിച്ചു പറിച്ചു എന്നോ ഒന്നും അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ദൈവമക്കളെ, എന്നാൽ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട്, അവൻ യാതനാസ്ഥലത്ത് കിടന്ന് നിലവിളിയോടെ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ആത്മാവിൻ്റെ നാശം? യാതനാസ്ഥലത്ത് ചെന്ന് പറ്റുന്നതാണ് ആത്മാവിൻ്റെ നാശം. പ്രിയപ്പെട്ടവരെ, പിന്നെ ഒരിക്കലും മോചനമില്ല, ഒരിക്കലും അവിടെ നിന്ന് വിടുതലില്ല. ദൈവമക്കളെ, നിത്യജീവനുള്ളവർ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിത്യജീവനില്ലാത്തവർ അന്ധകാരത്തിലേക്ക് പോവുകയാണ്. രണ്ടും നിത്യത തന്നെയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒന്ന് നാശമാണ്, ഒന്ന് ആത്മാവിന്റെ സന്തോഷമാണ്. ദൈവമക്കളെ, അവനാ യാതനാ സ്ഥലത്ത് കിടന്ന് അബ്രാഹാമിതാവിനെ കണ്ടു, അബ്രാഹാമിതാവിന്റെ മടിയിൽ ലാസർ ഇരിക്കുന്നത് കണ്ടു. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, എന്ത് പ്രയോജനം, എന്ത് പ്രയോജനം? നിരാശയുടെയും പല്ലുകടിയുടെയും അനുഭവമാണ് ലഭിച്ചത്. കാരണം അവന് അനുതാപം വന്നില്ലായിരുന്നു, മാനസാന്തരം വന്നില്ലായിരുന്നു. അവൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ അവന് മനസ്സില്ലായിരുന്നു. അവൻ മാനസാന്തരമില്ലാതെ, നിത്യജീവനില്ലാതെ അവൻ ഈ കടന്നുപോയി, നിത്യനാശത്തിലേക്ക് പോയി. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കാറുണ്ടോ, എന്തിനാ നാം ഈ തിരുവചനമെല്ലാം ഇങ്ങനെ കൂടെ കൂടെ കേൾക്കുന്നത്? എന്തിനാ നാം കൂട്ടായ്മ ആചരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നാം ഓർത്തുകൊള്ളണം, നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആത്മാവിൽ ഒരുക്കം കിട്ടാനാണ്, നമുക്ക് മാനസാന്തരത്തിൽ ദിനം തോറും ജീവിക്കാനാണ്. നമ്മുടെ ആത്മാവ് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നിത്യതയിൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ നമുക്ക് എത്തണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, രണ്ടും നിത്യതയാണ്. എന്നാൽ ഒന്ന് നിത്യമായ ദണ്ഡനം, യാതനാസ്ഥലം. മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുന്ന പോലെ അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ വിശുദ്ധന്മാർ വസിക്കുന്ന അസ്വർഗീയ പർദീസയിൽ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ചിന്തിക്കണം, എൻ്റെ നിത്യത എവിടെയായിരിക്കുമെന്ന്. ദൈവമക്കളെ, നിത്യത എവിടെയാണെന്ന് തിരഞ്ഞെടുക്കുവാനും അതിനുള്ള ഒരുക്കം പ്രാപിക്കുവാനുമുള്ള അവസരമാണ് നമ്മുടെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത്. നിത്യജീവന്റെ ഓഹരിക്കാരായി ഇവിടെ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് മക്കളുണ്ടാകും, വിവാഹ ജീവിതം നയിക്കാം, ഭൂമിയിൽ അധ്വാനിക്കാം, പ്രിയപ്പെട്ടവരെ, ഉപജീവനത്തിനുള്ള മാർഗം കണ്ടെത്താം, നമുക്ക് സമ്പാദിക്കാം. അതൊന്നും ദൈവം നമുക്ക് നിഷേധിച്ചിട്ടുള്ളതല്ല. എന്നാൽ ഒന്നാമത്തെ കാര്യം, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. എനിക്ക് നിങ്ങൾക്കും ആ ഉറപ്പുണ്ടോ? നിത്യജീവന്റെ ഉറപ്പ്. ദൈവമക്കളെ, ഇന്ന് അനേകരോട് ഇടപെടുമ്പോൾ അനേകർക്കുള്ളൊരു സംശയമാണെന്ത്? എൻ്റെ പാപം ക്ഷമിച്ചു കിട്ടിയോ? എൻ്റെ കഴിഞ്ഞ കാലം ക്ഷമിച്ചു കിട്ടിയോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, എൻ്റെ കഴിഞ്ഞ കാലമെല്ലാം എൻ്റെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി കിട്ടിയെന്നുള്ള ആ ഉറപ്പും ഹൃദയപ്രാഗല്യവും ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആത്മീയരായി മുമ്പോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് ആത്മീയമായി മുന്നേറേണ്ടതിനുള്ള ആ ബലവും ആ ശക്തിയും പ്രിയപ്പെട്ടവരെ, അതിനുള്ള ഉണർവും ഉന്മേഷവും എല്ലാം നമുക്ക് ലഭിക്കുന്നത് അർഹതയില്ലാത്ത, യോഗ്യതയില്ലാത്ത ഈ നീചരായ എൻ്റെ കഴിഞ്ഞ കാലങ്ങളെല്ലാം എനിക്ക് ക്ഷമിച്ചു തന്ന ആ യേശുക്രിസ്തുവിനോടുള്ള ആ സ്നേഹത്തിൻ്റെ ഒരു അഗ്നി നമ്മുടെ ഉള്ളിൽ കത്താൻ തുടങ്ങണം. ദൈവമക്കളെ, എങ്കിലേ നമുക്ക് ആത്മീയരായി ജീവിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, മഗ്ദലക്കാരി മറിയ യേശുവിൻ്റെ കാൽപാദത്തിൽ അവൾ അനുതാപത്തിൻ്റെ കണ്ണുനീരൊഴുക്കി. എൻ്റെ കർത്താവ് അവളുടെ അനേകമായ പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തു എന്ന് ശീമോന്റെ മുഖത്ത് നോക്കി കർത്താവ് പറഞ്ഞു, ഇവളുടെ അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, എൻ്റെ പാപം ക്ഷമിച്ചു കിട്ടിയെന്നുള്ള ഉറപ്പുണ്ടോ? എൻ്റെ കഴിഞ്ഞ കാലമെല്ലാം കർത്താവ് എനിക്ക് കഴുകി തന്നെന്നുള്ള ഉറപ്പ്. ദൈവമക്കളെ, ഈ നിസ്സാരനായി ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്ക് നിങ്ങളെ ഉപദേശിക്കാനോ ഈ തിരുവചനം പറയാനോ ഒന്നും യോഗ്യതയുള്ളവനല്ല ദൈവമക്കളെ. എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ, പ്രിയപ്പെട്ടവരെ, അന്ധകാരത്തിൻ്റെ മറപറ്റി ജീവിച്ച കാലങ്ങൾ, യേശുവിനെ അറിയാതെ ജീവിച്ച കാലങ്ങൾ, പ്രിയപ്പെട്ടവരെ, പാപത്തിൽ ആണ്ടുപോയ കാലങ്ങൾ, ദൈവമക്കളെ, ഒന്നും പുറത്തു പറയാൻ കൊള്ളാവുന്നതല്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം.
ദൈവമക്കളെ, എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, എൻ്റെ 34-ാമത്തെ വയസ്സിൽ യേശുവിനെ കണ്ടുമുട്ടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, ഇന്നെനിക്ക് എൻ്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെ ക്ഷമിച്ച് കിട്ടിയോ, എൻ്റെ പാപം കഴുകി കിട്ടിയോ എന്നുള്ള ഒരു സംശയവും എനിക്കില്ല. ദൈവമക്കളെ, എനിക്ക് ഉറപ്പുണ്ട്. എന്ത്? എൻ്റെ കഴിഞ്ഞ കാലമെല്ലാം എൻ്റെ യേശു എൻ്റെ രക്തം കൊണ്ട് എനിക്ക് കഴുകി തന്നു. ഞാൻ യോഗ്യനായതുകൊണ്ടല്ല ദൈവമക്കളെ, എൻ്റെ യേശു കുരിശിൽ മരിച്ചത് എൻ്റെ പാപം കഴുകാനാ, എന്നെ വീണ്ടെടുക്കാനാ, എനിക്ക് നിത്യജീവൻ തരാനാ. ദൈവമക്കളെ, ഞാനിന്ന് യേശുക്രിസ്തുവിൻ്റെ ഒരു മകനാണെന്ന് ഞാൻ പറയും. ദൈവമക്കളെ, റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയും, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവമക്കളെ, മുഴങ്കാലും മടക്കി കുരിശിലേക്ക് നോക്കി അവനെ അപ്പ എന്ന് വിളിക്കാനുള്ള ആ ഭാഗ്യ പദവിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നാം ഒരുങ്ങിയിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ആ ധനവാൻ യാതനാ സ്ഥലത്ത് പോയി, ഒരിക്കലും മോചനമില്ല. ദൈവമക്കളെ, ഒരിക്കലും മോചനമില്ല കേട്ടോ. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി എഴുന്നേറ്റ് വരും. ദൈവമക്കളെ, 2 വിഭാഗത്തെക്കുറിച്ചാണ് അവർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അവരെല്ലാം നിലത്തിലെ പൊടിയിൽ അമർന്നു പോയവരാണ്. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ നിന്ന് മാഞ്ഞു പോയവരാണ്, ഭൂമിയിൽ അലിഞ്ഞു ചേർന്നവരാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഭൂമുഖത്തുനിന്നവർ അപ്രത്യക്ഷമായിട്ട് നാളുകളായവരാണ്. എന്നാൽ തിരുവചനം പറയുന്നു, ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി എഴുന്നേറ്റ് വരുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നിത്യജീവനില്ലാത്തവർ നിത്യലജ്ജയ്ക്ക് നിത്യനിന്ദയ്ക്കുമായി എഴുന്നേറ്റ് വരുമെന്ന്. ദൈവമക്കളെ, 2ആയി എഴുന്നേറ്റ് വരും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് 2 അനുഭവമുള്ളവർ ഭൂമിയിൽ ഒരുമിച്ച് ജീവിക്കുന്നു, സഭകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, കൂട്ടായ്മകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു, ഒരേ തിരുവചന ശുശ്രൂഷയുടെ കീഴിൽ ഇരിക്കുന്നു, ഒരേ ആത്മീയ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്നു. എന്നാൽ ദൈവമക്കളെ, 2ഉം 2ആകുന്നൊരു ദിവസമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16 മുതൽ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എഴുതിപ്പോയപ്പോൾ മേഘങ്ങളിൽ എടുക്കപ്പെടും. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നമുക്കിന്ന് നിത്യജീവനുണ്ടെങ്കിൽ നാം ഈ ഭൂമിയുടെ മുകളിലാണെങ്കിലും അല്ല ഭൂമിയുടെ അടിയിലാണെങ്കിലും ദൈവമക്കളെ, നാം എഴുന്നേറ്റ് വരും കേട്ടോ. ഈ ഭൂമിയുടെ മുകളിലാണെങ്കിൽ നൊടിയുടെ കൊണ്ട് നാം രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ശരീരത്തിന് പറന്നു പോകാൻ കഴിയുകയില്ല. ഇത് മർത്യമായതാണ്. ഇത് അമർത്യത്തെ ധരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ നൊടിയുടെ കൊണ്ട് വിശുദ്ധന്മാർ രൂപാന്തരപ്പെടും. പ്രിയപ്പെട്ടവരെ, മണ്ണോട് മണ്ണായ നിത്യജീവന്റെ ഓഹരിക്കാരായി കടന്നുപോയവരെ എഴുന്നേറ്റ് വരും യേശുവിനെ എതിരേൽക്കുവാൻ. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. കർത്താവേ, നീ ഞങ്ങൾക്ക് നിത്യജീവൻ നേടിത്തരുവാൻ കാൽവറിയിൽ നിന്റെ ജീവനെ ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി അർപ്പിച്ചു. കർത്താവേ, നിന്റെ കുറ്റമില്ലാത്ത രക്തം ഞങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ചിന്തി. യേശുവേ, ഈ തിരുവചനത്തിൻ്റെ കീഴിലിരിക്കുമ്പോൾ ഞങ്ങളുടെ തകർന്ന ജീവിതം, ഞങ്ങളുടെ പിന്മാറ്റമുള്ള ജീവിതം, കർത്താവേ, ഞങ്ങളുടെ നിരാശയുള്ള ജീവിതം, ഞങ്ങളുടെ മാനസാന്തരം നഷ്ടപ്പെട്ടു പോയ ജീവിതം, ആത്മാവിൻ്റെ ഉറപ്പില്ലാത്ത ജീവിതം, എൻ്റെ കർത്താവേ, ഇപ്പോൾ അവിടുത്തെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, നിന്റെ തിരുരക്തം കൊണ്ട് നിന്റെ മക്കളായി ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾക്ക് ആത്മാവിൽ ജീവൻ തരണമേ, ഞങ്ങൾക്ക് മാനസാന്തരമുള്ള ഹൃദയം നൽകണമേ. നിന്റെ 2ാമത്തെ വരവിനായി നോക്കി പാർത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ നിരയിൽ ഞങ്ങളെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകലതോടെ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.